എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്തതിനു ശേഷം നല്ലൊരു റിസൾട്ടുമായിട്ട് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ മതി. എന്നാലും നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇത്രയും വൈകിപ്പിക്കാൻ കാരണമായത്. എൻ്റെ ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 5 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഡിസംബർ 8 തീയതിയാണ്, ഡിസംബർ 8 2023 ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ഇപ്പം മെയ് 8 കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മാസം കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ഏകദേശം നല്ലൊരു റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കൊരു അത്യാവശ്യം കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പഴയ ആ ഒരു കഷണ്ടി ലുക്കൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. എന്നാലും ഇതിന് ഒരുപാട് പോരായ്മകളുണ്ട്. നമുക്ക് വീഡിയോയിലുടനീളം നമുക്ക് കാണിക്കാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. സോ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ എന്തായാലും ഇന്നൊരു ബൈക്ക് റൈഡ് പോവുകയാണ്. കാരണം ട്രാൻസ്പ്ലാന്റേഷന് ശേഷം നമ്മൾ അങ്ങനെ അധികം ബൈക്ക് യാത്ര പോയിട്ടില്ല. മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഹെൽമെറ്റ് വെക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 5 മാസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു റൈഡ് പോയേക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. പിന്നെ മൺസൂണൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയല്ലേ, അതുകൊണ്ട് നമ്മൾ മറ്റൊരിടത്തോട്ടല്ല, നമ്മുടെ ഈ കുട്ടിക്കാനം സൈഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. എന്തായാലും നമുക്കൊന്ന് പോയി വരാം. പിന്നെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലാഗ് ആകുന്നതെന്ന്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, അത് വീഡിയോ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം നല്ലൊരു റിസൾട്ട് അച്ചീവ് ചെയ്തതിന് ശേഷം ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇത്രയും ലാഗ് ആകാൻ കാരണം. അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എത്രത്തോളം ഉണ്ട് ആ ചേഞ്ച്, ആ ഒരു ഡിഫറൻസ് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലാഗായത്. എല്ലാവരും ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും നമ്മൾ 3 സെക്ഷനായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനാണ്. അതായത് പലരും പല സംശയങ്ങളും നമ്മളെ പേഴ്സണൽ മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുകയുണ്ടായി. അതിനുള്ള ഒരു പ്രോപ്പർ ആൻസറും അതോടൊപ്പം എൻ്റെ 5 മാസത്തെ അപ്ഡേഷനും ഒപ്പം എറണാകുളത്തെ ക്ലിനിക്കിൻ്റെ ചെറിയൊരു അപ്ഡേഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാണ്. എന്നോട് ചിലർ ചോദിച്ചിരുന്നു താരൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും എനിക്കിപ്പോഴും നല്ല രീതിയിൽ താരൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അത്ര ഭയാനകമായ രീതിയിലില്ല. പഴയതിൽ നിന്നും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ വീക്ക്ലി ട്വൈസ് നമുക്ക് അവിടെ നിന്നിരുന്ന ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്. ആ ഷാമ്പു യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. ചെറിയ രീതിയിൽ താരൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതിന് നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ PRP അല്ലെങ്കിൽ GFC എന്ന് പറയുന്നത് എത്ര നാൾ എടുക്കണം, അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. PRP അല്ലെങ്കിൽ GFC എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മുടിക്ക് കൊടുക്കുന്ന നമ്മളൊരു ബാക്ക് സപ്പോർട്ടാണ്. അപ്പോൾ നമ്മുടെ ഇംപ്ലാന്റഡ് ഹെയറിനായാലും നമ്മുടെ എക്സിസ്റ്റിംഗ് ഹെയറിനായാലും നമ്മൾ കൊടുക്കുന്ന ഒരു ബാക്ക് സപ്പോർട്ടാണിത്. ഇത് നമ്മൾ എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ബട്ട് ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മൾ നിർത്താതെ ഗ്രാജുവലി ഇതിൻ്റെ കൗണ്ട് കുറച്ചുകൊണ്ട് വരികയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതായത് നമ്മൾ മന്ത്ലി വൺസ് വെച്ചാണ് ഇപ്പോൾ എടുക്കുന്നതെങ്കിൽ 2 മന്ത്സ് കൂടുമ്പോൾ ഒരിക്കലും എടുക്കുക, 3 മന്ത്സ് കൂടുമ്പോൾ എടുക്കുക. അങ്ങനെ ഗ്രാജുവലി അതിൻ്റെ കൗണ്ട് കുറച്ചുകൊണ്ട് വന്നിട്ട് എപ്പോഴും അതൊരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ അത് മുടിക്ക് നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഫൈനലി നമ്മൾ കുട്ടിക്കാനത്ത് വന്നിരിക്കുകയാണ്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ റിലീഫ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഭയങ്കരമെന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയാൻ കഴിയത്തില്ല. അത്രയ്ക്കൊരു മെൻ്റൽ റിലീഫാണ് നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പറയാൻ കുട്ടിക്കാലം ഇന്ന് വരെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവിടെ വരുമ്പോഴെല്ലാം നമുക്ക് ഈ ഒരു കോട നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ കോടമഞ്ഞ് തരുന്ന ഒരു ചായയൊക്കെ കുടിച്ച് കൂട്ടുകാരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും നല്ല രീതിയിൽ നമ്മൾ റിലാക്സ്ഡ് ആവും. ഇപ്പോൾ ഫാമിലിയിലായാലും അല്ലെ ജോബിലൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഇവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ റിലാക്സ്ഡ് ആവും. നമ്മുടെ ശരീരത്തോടൊപ്പം നമ്മുടെ മനസ്സും നല്ല രീതിയിൽ ഒരു ഫ്രഷ് മൈൻഡ് നല്ല രീതിയിൽ കൂളാവും ഇവിടെ നിന്ന്. ഇപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇതുപോലെ ഈ കോടമഞ്ഞത്തൊരു ചായ കുടിക്കാൻ ഇറങ്ങുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളിത് മിസ് ചെയ്തു. അതിനുശേഷം ഇപ്പോഴാണ് നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ മാക്സിമം ബൈക്കിന് വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ കോടമഞ്ഞ് നമ്മുടെ ശരീരത്തിൽ തട്ടി ഒഴുകി പോകുമ്പോഴായിരിക്കും നമുക്ക് ശരിക്കും ആ ഒരു ഫീല് കിട്ടുന്നത്. അപ്പോഴാണ് കാറിന് വരുന്നതിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ബൈക്ക് റൈഡിലാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ റിലീഫ് ശരിക്കും ഒരിക്കലും അത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അത് തീർച്ചയായിട്ടും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക അത് മാത്രമേ പറഞ്ഞു. പിന്നെ പലരും ചോദിച്ചൊരു പ്രധാന ഡൗട്ടാണ് മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നത്. ഒരിക്കലുമില്ല, ഞാൻ ഇതുവരെ മിനോക്സിഡിൽ യൂസ് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്നും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ഉണ്ടായിരുന്നത് ബയോട്ടിൻ ടാബ്ലറ്റ്സ് മാത്രമായിരുന്നു. കാരണം മിനോക്സിഡിൽ നമുക്കറിയാം, മിനോക്സിഡിൽ യൂസ് ചെയ്താൽ നമ്മളത് ലൈഫ് ടൈം യൂസ് ചെയ്യേണ്ടി വരും.
കാരണം യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. പക്ഷേ എപ്പോൾ നിർത്തുന്നോ അപ്പം ബാക്ക് ടു നോർമൽ സ്റ്റേജിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഇത് മിനോക്സിൽ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇനി മുമ്പോട്ടായാലും മിനോക്സിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ മാക്സിമം PRP അല്ല GFC എടുത്ത് തന്നെ മുമ്പോട്ട് പോകാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം 5 മാസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ 5 മാസത്തെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഫ്രണ്ട് വ്യൂ ഏകദേശം നല്ല രീതിയിൽ കവറപ്പ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടെ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുന്ന പറയാൻ കഴിയില്ല. കാരണം ഇനിയും നല്ല രീതിയിൽ ഫില്ലാവാനുണ്ട്. ഏകദേശം 1 കൊല്ലം കൊണ്ട് എല്ലാം കംപ്ലീറ്റ്ലി ഫില്ലാകത്തുള്ളൂ. ഇപ്പോൾ 5 മാസം ആയതേ ഉള്ളൂ. ഇനി നല്ല രീതിയിൽ ഫില്ലാവാനുണ്ട്. നമ്മൾ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കുളിക്കുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കും. കാരണം കുളിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ഞങ്ങൾ കാണിക്കാം നിങ്ങളെ ഹെഡ് നനഞ്ഞ് കഴിയുമ്പോൾ, തല നനഞ്ഞ് കഴിയുമ്പോഴത്തേക്കുള്ള അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. നല്ല രീതിയിൽ ഫില്ലാവാനുണ്ട്, നല്ല രീതിയിൽ ഇനിയും കവറാവാനുണ്ട്, നല്ല ഗ്യാപ്പ് ഇപ്പോൾ ഉണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, എൻ്റെ ഹെയർ ഇപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഓയിൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു 6 മാസത്തിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ നമ്മൾ എറണാകുളത്തെ അപ്ഡേഷൻസും നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ ഇതുകൂടാതെ നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ക്ലിനിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പം ആ ക്ലിനിക്കിലെ അവിടുത്തെ ബേസിക് ഫോർമാലിറ്റീസ് ഒക്കെ എന്തെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം അങ്ങോട്ട് പോവുക. കാരണം അവിടെ ചെന്ന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചിലപ്പോൾ നെട്ടും കുത്തും കളിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നെങ്കിൽ അവിടെ ഓൾറെഡി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നേരത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയതിന് ശേഷമേ അങ്ങോട്ട് പോകുള്ളൂ. കാരണം നമ്മുടെ ഒരു സുഹൃത്ത് കല്യാണം വിളിച്ചപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെയാണ് ഇപ്പോൾ പോകാൻ അങ്ങ് തയ്യാറെടുക്കുക, ട്രാൻസ്പ്ലാന്റേഷന് പോകാനായിട്ട് തയ്യാറെടുത്തത്. പിന്നെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മൾ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് കോൺടാക്ട് നമ്പർ കൊടുത്തു. അങ്ങനെ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നീട് പോയത്. സോ അങ്ങനെ ഒരു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബറിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്ക് കുറച്ച് സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരക്കിയതിന് ശേഷം മാത്രം പോകുന്നതായിരിക്കും നല്ലത്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ അടുത്ത വീഡിയോ ഉൾപ്പെടുന്നതായിരിക്കും. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.